നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPI പത്തനാപുരം മണ്ഡലം സമ്മേളനത്തിന് പട്ടാഴിയിൽ തുടക്കം. പൊതുസമ്മേളനം ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭൂതകാലം ത്യാഗങ്ങളുടേതും സഹനത്തിന്റേതുമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് പത്രപരസ്യം നൽകിയതിലെ ക്രമക്കേടുമായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ബന്ധമില്ലെന്ന കൺവീനർ കെ ശശിധരൻ. തിങ്കളാഴ്ച ചേരുന്ന 3-അംഗ സമിതിയുടെ ആദ്യ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. കഴുതുരുട്ടി മാമ്പഴത്തറ ചാലിയേക്കർ റോഡുകളുടെ നിർമ്മാണം ദ്രുതഗതിയിലാക്കാൻ നടപടി സ്വീകരിച്ചുവരുന്നുവെന്ന MP NK പ്രേമചന്ദ്രൻ. കുടിവെള്ളക്ഷാമത്തിനും മൊബൈൽ ടവർ പ്രശ്നത്തിനും പരിഹാരം കാണും. CPI പത്തനാപുരം മണ്ഡലം സമ്മേളനത്തിന് പട്ടാഴിയിൽ തുടക്കം. നിരവധി പ്രവർത്തകർ അണിനിരന്ന ശക്തി പ്രകടനത്തോടെയാണ് സമ്മേളനം തുടങ്ങിയത്. വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും അണിനിരന്ന വർണ്ണാഭമായ പ്രകടനത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. താഴത്ത് വടക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സമ്മേളന നഗരിയായ പട്ടാഴി ചന്തമുക്കിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭൂതകാലം ത്യാഗങ്ങളുടെയും സഹനങ്ങളുടേതും ആയിരുന്നുവെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം. പത്തനാപുരം മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസക്ത ഭാഗങ്ങൾ. കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ വലിയ പ്രതിപക്ഷം കൊടുക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാൻ ഇന്നിപ്പോൾ നല്ല നേരം നോക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാൻ ലവലേശം ഭയപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയായിരുന്നില്ല ഭൂതകാലത്തിൽ. ഈ സഖാക്കളും അവർക്ക് മുമ്പ് ഈ കുലപിടിച്ചവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഇറങ്ങിവരുമ്പോൾ ഇതായിരുന്നില്ല നാടിന്റെ സ്ഥിതി. അന്ന് കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാൻ അസാമാന്യമായ ചങ്കൂറ്റങ്ങളായിരുന്നു. ആ കാലം കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടാൽ കുറ്റനാവുന്ന കാലമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ദാഹിച്ചു വരുന്ന വന്നാൽ അവന് ദാഹമകറ്റാൻ അല്പം വെള്ളം കൊടുത്താൽ ബാധകമാവുന്ന കാലമുണ്ടായിരുന്നു. വിശന്നു പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന് ഒരുപടി ചോറ് കൊടുത്താൽ കേസിൽ പ്രതിയാകുന്ന കാലമുണ്ടായിരുന്നു. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരിയെന്ന സത്യപ്പെടുത്തേണ്ടതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങി വന്നവർ അവർ വേണ്ടി വന്നാൽ വിയർപ്പും കണ്ണീരും മാത്രമല്ല ചോരയും ജീവനും കൊടുക്കേണ്ടി വന്നാൽ തയ്യാറെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റ്. പത്തനാപുരം മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായി. ആദ്യകാല പാർട്ടി പ്രവർത്തകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സ്വാഗത സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാഹുലയൻ, സെക്രട്ടറി KB അനു, ജില്ലാ കൌൺസിൽ അംഗം K വാസുദേവൻ, മുൻ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് S വേണുഗോപാൽ, അഡ്വക്കേറ്റ് H രാജീവൻ, G പുരുഷോത്തമൻ പിള്ള, S സഫറുള്ള ഖാൻ, M സാദിഖ് സാഹിബ്, SM ഷെരീഫ്, M ഹസൻ കണ്ണ റാവുത്തർ, ബെൻസി തോമസ്, M രജിത് ബാബു, സാം K ഡാനിയൽ, മീനം രാജേഷ്, GR രാജീവൻ, R ദാമോദരൻ പിള്ള എന്നിവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ സമ്മേളനത്തിൽ K പ്രകാശ് ബാബു, മുൻമന്ത്രി KP രാജേന്ദ്രൻ, KR ചന്ദ്രമോഹൻ, മുല്ലക്കര രത്നാകരൻ, R രാമചന്ദ്രൻ, K രാജു, ചെങ്കര സുരേന്ദ്രൻ, ചിറ്റയം ഗോപകുമാർ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് പത്രപരസ്യം നൽകിയതിലെ ക്രമക്കേടുമായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ബന്ധമില്ലെന്ന് കൺവീനർ കെ ശശിധരൻ അറിയിച്ചു. തിങ്കളാഴ്ച ചേരുന്ന 3-അംഗ സമിതിയുടെ ആദ്യ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. 70,000 രൂപയിൽ താഴെ ചെലവിൽ നൽകാമായിരുന്ന പരസ്യം 1,70,000 രൂപ ചെലവിട്ട് പ്രസിദ്ധീകരിച്ചതിലെ ക്രമക്കേടാണ് കഴിഞ്ഞ ദിവസം ലൈവ് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. സംഭവത്തിൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ബന്ധമില്ലെന്ന് കെ ശശിധരൻ പറഞ്ഞു. പരസ്യം പത്രത്തിൽ വന്നത് ജനുവരി 1-നാണ്. ഡിസംബർ 20-ന് തന്നെ പത്രത്തിൽ പരസ്യം നൽകാൻ തീരുമാനിച്ചിരുന്നതായി ബാങ്ക് രേഖകൾ വ്യക്തമാക്കുന്നു. ജനുവരി 7-നാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണം ഏറ്റെടുത്തതെന്നും ശശിധരൻ പറഞ്ഞു. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ 3-അംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. കെ ശശിധരൻ കൺവീനറായ കമ്മിറ്റിയിൽ M നാസർ ഖാൻ, R സുഗതൻ എന്നിവരുമുണ്ട്. പരസ്യം നൽകിയതിൽ സംഭവിച്ച ക്രമക്കേട് തിങ്കളാഴ്ച ചേരുന്ന ആദ്യ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നും വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ശശിധരൻ പറഞ്ഞു. ഞങ്ങൾ 7-ാം തീയതിയാണ് ഔദ്യോഗികമായി ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. ഈ മാസം 1-ാം തീയതി മലയാള മനോരമ പത്രത്തിൽ
ഒരു പരസ്യം വന്നിരുന്നു. ബാങ്കിൽ വായ്പ എടുത്ത് കുടിശ്ശികക്കാരായിട്ടുള്ള ആളുകളുടെ പേര് വിവരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ വസ്തുക്കൾ ലേലം വ്യക്തിന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു പരസ്യമാണ് വന്നത്. ഇത് കഴിഞ്ഞ മാസം 20-ാം തീയതി കൊടുത്ത പരസ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പരസ്യപരമ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നത് സെയിൽ ഓഫീസറാണ്. സെയിൽ ഓഫീസറുടെ വിവേചന അധികാരത്തിൽപ്പെടുന്ന വിഷയമാണ്. ആ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഈ ബാങ്ക് ഭരിച്ചിരുന്നത്. സെയിൽ ഓഫീസറാണ് ഈ പരസ്യം കൊടുത്തതും ബാങ്കിൽ നിന്ന് അതിന്റെ പൈസ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് യാതൊരു വിധമായ ബന്ധവുമില്ല. എന്നാലും ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്ന സ്ഥിതിക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് ബന്ധപ്പെട്ട് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തിങ്കളാഴ്ച നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ വെച്ച് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഉചിതമായ ഇതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇളമ്പലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ദുരി വിജയൻ എന്ന വിജയകുമാറിന്റെ കൊലപാതകം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് LDF 12-ന് സായാഹ്ന ധർണ നടത്തും. സംഭവത്തിൽ ചില സ്ത്രീകളും UDF നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ഇളമ്പൽ ക്ഷേത്രത്തിനു സമീപത്തെ ഏലായിൽ കഴിഞ്ഞ ഡിസംബർ 11-നാണ് ദുരി വിജയൻ എന്ന നാട്ടുകാർ വിളിക്കുന്ന വിജയകുമാറിന്റെ മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ കാണപ്പെട്ടത്. പുനലൂർ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനുകളുടെ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലും ഇളമ്പൽ ജംഗ്ഷനിൽ നിന്ന് മീറ്ററുകൾ മാത്രം അകലത്തിലുമാണ് മൃതദേഹം കാണപ്പെട്ടത്. സംഭവം നടന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദുരൂഹത നീക്കുന്ന തുമ്പുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് അന്വേഷണം ഊർജിതപ്പെടുത്തി പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൃതദേഹം കണ്ടെത്തി 1 മാസം തികയുന്ന ജനുവരി 12-ന് LDF ഇളമ്പലിൽ സായാഹ്ന ധർണ നടത്തും. ഈ യുഡിഎഫിന്റെ ഭാഗത്തുള്ള മുൻ പഞ്ചായത്ത് മെമ്പർ, കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് പിന്നെ വിടുകയും ചെയ്തു. ഈ കൊലപാതകം നടക്കുന്നത് പട്ടാപ്പകലാണ്. ഒന്ന്, ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ ഏനാലിലെ ഈ 4 സ്ത്രീകൾ അവിടെ ജോലിക്ക് ഉണ്ടായിരുന്നു, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവർ തന്നെയാണ് ഇളമ്പൽ വന്ന് ഈശ്വരമ്മ എന്ന് പറയുന്ന ഈ മുൻ പഞ്ചായത്ത് മെമ്പർ തന്നെയാണ് വന്ന് പറയുന്നത്, ഇങ്ങനെ ദുരി സുഖമില്ലാതെ താഴെ കിടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇളമ്പൽ ജംഗ്ഷനിൽ കുറേ ആളുകൾ ഓടിച്ചെന്നാണ് ചിലപ്പോൾ മരിച്ചു കിടക്കുക. കയ്യിൻ്റെ ഭാഗം അറ്റുപോയില്ല എന്ന് പറഞ്ഞാൽ ഈ കണ്ടിച്ചെടുക്കുന്ന പോലെ വെട്ടാൻ കണ്ടി അറ്റ് തൂങ്ങിപ്പോന്നിരിക്കുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വന്നത് ക്ഷയമേറ്റാണ് മരിച്ചത്. ഈ ഇവിടെ പൊട്ടലുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. അങ്ങനെ പോലീസ് അവസാനം ഇത് കൊലപാതകമാണ് സ്ഥിരീകരിക്കുകയും അതിൻ്റെ അന്വേഷണം വേണ്ടത്ര വരെ നടക്കുന്നില്ല. ഇതുവരെയായിട്ട് ഈ പട്ടാപ്പകലിൽ ഈ കൊലപാതകം നടന്നിട്ട് ഒരു പ്രതിയെ പിടിക്കാനോ തുടർന്നൊരു ചോദ്യം ചെയ്തൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ്. അതിനെതിരായി LDFിന് നൽകുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള LDFിന് ധർണ നടത്തുന്നു. അതിനുശേഷം മറ്റ് സമരപരിപാടികൾ പോലീസ് സ്റ്റേഷന്മാർക്ക് ഉൾപ്പെടെയുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ടി വന്നാൽ ഒഴിവില്ലെങ്കിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ LDF നേതാക്കളായ C. വിജയൻ, റോയ് മാത്യു, R. അജികുമാർ, ഗിരീഷ്, ശശികുട്ടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KP ഉദയഭാനു കറയില്ലാത്തതും ത്യാഗപൂർണവുമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ നാൾവഴികളിലൂടെ പത്തനാപുരം ബ്യൂറോ. പഴയ VS പക്ഷക്കാരനും ഇപ്പോഴത്തെ ഔദ്യോഗിക പക്ഷക്കാരനുമായ KP ഉദയഭാനു ഇരുവിഭാഗങ്ങളുടെയും പിന്തുണയോടെയാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഔദ്യോഗിക പക്ഷത്തെ ഒരു വിഭാഗം മത്സരത്തിനുള്ള നീക്കം നടത്തിയെങ്കിലും സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് പിൻവാങ്ങി. 32-അംഗ ജില്ലാ കമ്മിറ്റിയും രൂപീകരിക്കപ്പെട്ടു. റാന്നിയിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ജില്ലാ സമ്മേളനമാണ് KP ഉദയഭാനുവിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. 20 സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. പത്തനാപുരം പുതുവൽ സ്വദേശിയായ KP ഉദയഭാനു നിലവിൽ KSKTU ജില്ലാ സെക്രട്ടറിയായും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചു വരികയാണ്. 24-ാം വയസ്സിൽ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായ അദ്ദേഹം രാഷ്ട്രീയ എതിരാളികൾക്കും സ്വീകാര്യനാണ്. ഏനാദിമംഗലം പുത്തൻവിളയിൽ പരമേശ്വരൻ ലക്ഷ്മി ദമ്പതികളുടെ മകനാണ്. അടിയന്തരാവസ്ഥക്കാലത്തുൾപ്പെടെ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അവിഭക്ത കൊല്ലം ജില്ലയിൽ DYFIയുടെയും CPMന്റെയും ശക്തനായ നേതാവായിരുന്നു. കൊല്ലം ജില്ലാ സെക്രട്ടറിയായ K. രാജഗോപാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. ജയമോഹൻ എന്നിവരടക്കം ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പം സംഘടനാ പ്രവർത്തനം നടത്തിയ KP ഉദയഭാനു പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തോടെ തന്റെ പ്രവർത്തന മേഖല അങ്ങോട്ടേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. ശൂരനാട് രക്തസാക്ഷി ദിനാചരണത്തിൽ പങ്കുകൊണ്ടതിന്റെ പേരിലാണ് 1975-ൽ അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ജയിൽവാസവും കൊടിയ പോലീസ് മർദ്ദനവും അടക്കം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് നാട്ടുകാരുടെ സഖാവ് KP രാഷ്ട്രീയ രംഗത്ത് ഉയർന്നത്. 1978-ൽ കൊടുമണ്ണിൽ നടന്ന മിച്ചഭൂമി സമരത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച KP അവിടെ ഭൂമാഫിയകളുടെയും പോലീസിന്റെയും മർദ്ദനത്തിന് ഇരയാവുകയും മാസങ്ങളോളം ജയിലിലാവുകയും ചെയ്തു. CPM അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ജില്ലയിൽ കടുത്ത വെല്ലുവിളി നേരിടുന്ന രാഷ്ട്രീയ
സാഹചര്യത്തിൽ സിപിഎമ്മിനെ ജില്ലയിലെ ഒന്നാമത്തെ ജനകീയ പ്രസ്ഥാനമായി വളർത്തുക എന്ന സംഘടനാ ദൌത്യം പുതിയ ജില്ലാ സെക്രട്ടറിക്ക് കടുത്ത വെല്ലുവിളിയായേക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവിട്ട് ടാറിംഗ് നടത്തിയ മാമ്പഴത്തറ കുറവൻ താവളം റോഡിന്റെ ഉദ്ഘാടനം MP NK പ്രേമചന്ദ്രൻ നിർവഹിച്ചു. വെള്ളിയാഴ്ചയാണ് റോഡ് നാടിന് സമർപ്പിച്ചത്. ഒറ്റപ്പെട്ട പ്രദേശത്ത് ജില്ലാ പഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് കൊണ്ട് റോഡ് നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ജില്ലാ പഞ്ചായത്ത് അംഗത്തെ അഭിനന്ദിച്ചായിരുന്നു എംപിയുടെ പ്രസംഗം. മാമ്പഴത്തറ നിവാസികളുടെ നീണ്ടകാലത്തെ ആവശ്യങ്ങളായ മാമ്പഴത്തറ ഉപ്പുകുഴി റോഡ്, കുടിവെള്ള പദ്ധതി, മൊബൈൽ ടവർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് എംപി ഉറപ്പു നൽകി. പ്രധാന ആവശ്യമായ റോഡിന്റെ നിർമ്മാണം പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും എംപി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ്. ആ റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിപ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പരിമിതമായിട്ടുള്ള അവരുടെ ഫണ്ട് അവർ ചെലവഴിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട DFO അടക്കമുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളൊന്നും ആലോചിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റിന്റെ ഫണ്ട് കൊണ്ട് മാത്രം സമ്പൂർണമായി റോഡിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാം സഡക് യോജന അല്ലെങ്കിൽ PMGSY എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഫേസ് 2 അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ PMGSYയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി പ്രഥമ പരിഗണന നൽകി റോഡ് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. അതിന്റെ പ്ലാൻ ഫൈനലൈസ് ചെയ്യുകയാണ്. ആ PMGSYയുടെ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അതിന്റെ ചെയർമാൻ ലോക്സഭാംഗം, കൊല്ലം ലോക്സഭാംഗം എന്ന നിലയിൽ എനിക്കാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും PMGSYയിൽ ഈ റോഡ് ഉൾപ്പെടുത്തി പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ അധ്യക്ഷനായി. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആര്യങ്കാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം മുഖ്യ അതിഥിയായി. ജനപ്രതിനിധികളായ AT ഫിലിപ്പ്, C ചെല്ലപ്പൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M നാസർ ഖാൻ, മാമ്പഴത്തറ ചന്ദ്രശേഖരൻ, N സുദേവൻ, M തങ്കച്ചൻ, പൊതുപ്രവർത്തകരായ K രാജപ്പൻ, P മുഹമ്മദ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കഴുതുരുട്ടി മാമ്പഴത്തറ ചാലിയക്കര റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരം കാണും. മാധ്യമപ്രവർത്തകർക്ക് MP നൽകിയ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. വനംവകുപ്പിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു MP. ആ റോഡിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിക്കുന്നതിന് ഇപ്പോൾ ഫോറസ്റ്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം ഭാഗികമായി നടക്കുന്നത്. അതിൽ പ്രഖ്യാപിക്കപ്പെട്ട 40 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപ മാത്രമാണ് ഇതേവരെ അനുവദിച്ച് ലഭ്യമായിട്ടുള്ളത്. അവശേഷിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ആവശ്യമായ നിലയിൽ ഫണ്ട് നൽകണമെന്നുണ്ടെങ്കിൽ ഇനിയും 20 ലക്ഷം രൂപ കൂടി വനം വകുപ്പിൽ നിന്ന് അനുവദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് അനുവദിച്ച് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കേവലമായ ഭാഗികമായ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് മാത്രം മാമ്പഴത്തറ മുതൽ കഴുതുരുട്ടി വരെയുള്ള റോഡ്, അതുപോലെ മറുഭാഗത്ത് ചാലിയക്കര വരെയുള്ള റോഡ് പൂർത്തീകരിക്കാൻ കഴിയില്ല. പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാം സഡക് യോജനയിൽ പ്രഥമ പരിഗണന നൽകി ഈ റോഡ് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് വനംവകുപ്പുകാരുമായി ആലോചിച്ചു. പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാം സഡക് യോജനയിൽ റോഡ് ഏറ്റെടുക്കുന്നതിന് വനംവകുപ്പിന് തടസ്സമില്ല. വളരെ വ്യക്തമായ നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിൽ ഫോറസ്റ്റ് ആക്ടിന്റെയും ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന്റെ ഭാഗമായി പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാം സഡക് യോജനയുടെ നിർദ്ദേശങ്ങളുണ്ട് എന്ന് ഫോറസ്റ്റ് അധികൃതർ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് വളരെ ഫീസിബിളായി നടക്കാൻ കഴിയുന്നത് ഈ റോഡ് പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാം സഡക് യോജനയിൽ 8 മീറ്റർ വീതിയിൽ പുനരുദ്ധരിച്ച് നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായും അതിന് പ്രഥമ പരിഗണന നൽകി വരുന്ന വർഷത്തെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റോഡിന്റെ നിർമ്മാണമാണ് അലിമുക്ക് മുതൽ അച്ചൻകോവിൽ കഴുതുരുട്ടി വരെയുള്ള റോഡ്. അതൊരു ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. ആ റോഡിന്റെ പണി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ചെലവ് വേണ്ടിവരും. അത് വനംവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗം വിളിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ 2 പ്രാവശ്യം വിളിച്ചു ചേർത്ത് ആ യോഗം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ആ യോഗം ഈ മാസത്തിൽ തന്നെ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ അത് അച്ചൻകോവിൽ, അതുപോലെ മാമ്പഴത്തറ തുടങ്ങിയ പ്രദേശങ്ങൾ മാത്രമല്ല റോസ്മലയും കുളത്തൂപ്പുഴയും ഉൾപ്പെടെയുള്ള വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആ യോഗം വിളിച്ചു ചേർത്തത്. ജനുവരി മാസത്തിൽ തന്നെ ആ യോഗം കൂടാമെന്ന് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്.
ആ യോഗത്തിൽ ഉന്നയിച്ചുകൊണ്ട് അലിമുക്ക്, അച്ചൻകോവിൽ, കഴുതൂരിട്ട് റോഡിന്റെ പുനർനിർമ്മാണത്തിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നതാണ്. പ്രദേശത്തെ കുടിവെള്ള പദ്ധതിക്ക് പട്ടികവർഗ ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് MP അറിയിച്ചു. തെന്മലയിൽ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷന് വേണ്ടി MP ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്നും MP പറഞ്ഞു. 2 നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നത്. മാമ്പഴത്തറയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഇവിടുത്തെ മാമ്പഴത്തറയിലെ പട്ടികവർഗ കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഒരു 12 ലക്ഷം രൂപയുടെ പദ്ധതി കേരള ജല അതോറിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതി അടിയന്തരമായി തന്നെ ജില്ലാ കളക്ടറേറ്റിൽ പട്ടികവർഗ ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ചില പ്രദേശങ്ങളിൽ പൈപ്പ് പൊട്ടൽ മൂലം ഉണ്ടായിട്ടുള്ള ചില പ്രദേശങ്ങളിലെ പൈപ്പ് റീപ്ലേസ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ അത്യാവശ്യം പൈപ്പ് ലൈൻ തെന്മല പഞ്ചായത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഫണ്ട് MP ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാമ്പഴത്തറയിലെ മൊബൈൽ ടവറുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ BSNLുമായും സ്വകാര്യ നെറ്റ്വർക്കുകളുമായും ചർച്ച നടത്തിവരികയാണെന്നും MP പറഞ്ഞു. മൊബൈൽ ടവറിന്റെ കാര്യമാണ്. നാഗമല, അമ്പനാട്, മാമ്പഴത്തറ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് വിവിധ സ്വകാര്യ കമ്പനികളുമായി ഇതിനകം തന്നെ ഞാൻ ചർച്ച നടത്തി. അവരെ എക്കണോമിക് ഫീസിബിലിറ്റിയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇവിടെ വരാൻ പോകുന്ന മൊബൈൽ എണ്ണത്തിൻ്റെതാണ് പ്രശ്നം. എന്നാൽ പോലും അത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. BSNL അതുപോലെ സ്വകാര്യ കമ്പനികളുമായി ഇപ്പോൾ തന്നെ ചർച്ച നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. അന്യസംസ്ഥാന പച്ചക്കറികൾ കേരളത്തിൽ ക്യാൻസർ പരത്തുന്ന സാഹചര്യത്തിൽ കേരളം കൃഷിയിലേക്ക് മടങ്ങണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ആര്യങ്കാവിൽ മൃഗസംരക്ഷണ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലേക്ക് നമ്മൾ തിരിച്ചുവരവ് നടത്തേണ്ടുന്ന ഒരു സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പഠനങ്ങൾ, സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത് ഈ മേഖലയിൽ ക്യാൻസർ രോഗികളുടെ ഒരു വലിയ ക്യാൻസർ രോഗം പടർന്നു പിടിക്കാനുണ്ടാകുന്ന സാഹചര്യം കൂടുതലായി വിഷം കലർന്ന രാസവസ്തുക്കൾ കലർന്ന പച്ചക്കറികൾ കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ മേഖലയിലൊക്കെ ക്യാൻസർ രോഗികൾ കൂടിക്കൂടി വരുന്നത് എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമായി നമ്മുടെ പ്രദേശം മാറിയിരിക്കുകയാണ്. കാരണം തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പലപ്പോഴും. മൃഗസംരക്ഷണ വകുപ്പും കൊല്ലം ജില്ലാ പഞ്ചായത്തും സംയുക്തമായാണ് മൃഗസംരക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആര്യങ്കാവ് മൃഗാശുപത്രി അങ്കണത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. അയ്യമ്മാൾ ചടങ്ങിൽ അധ്യക്ഷയായി. മൃഗാശുപത്രിയിലെ സീനിയർ വെറ്ററിനറി സർജൻ K. മോഹനൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ഗോപാലകൃഷ്ണൻ, കുട്ടിപ്പാപ്പ ജോസഫ് തുടങ്ങിയവർ ക്യാമ്പിൽ സംസാരിച്ചു. പഞ്ചായത്തിലെ 100ഓളം കർഷകർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കക്കൂസ് ടാങ്ക് പൊട്ടിയൊഴുകുന്നു. മാലിന്യം ഒഴുകിയെത്തുന്നത് ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കല്ലടയാറ്റിലേക്ക്. സംഭവത്തിൽ ദേവസ്വം അധികൃതർ ഒഴിഞ്ഞുമാറിയത് വാക്കേറ്റത്തിന് ഇടയാക്കി. ദിനംപ്രതി 100 കണക്കിന് അയ്യപ്പ ഭക്തരെത്തുന്ന കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കക്കൂസ് മാലിന്യ ടാങ്ക് പൊട്ടി മാലിന്യം പുറത്തേക്കൊഴുകുകയാണ്. സമീപത്തെ ചെറു തോടുകളിലൂടെ ഒഴുകി ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സുകളിലൊന്നായ കല്ലടയാറ്റിലേക്കാണ് ഈ മാലിന്യങ്ങൾ വന്നു പതിക്കുന്നത്. സംഭവത്തിൽ നടപടി സ്വീകരിക്കേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഒരുപാട് ഭക്തജനങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കക്കൂസിന്റെ മാലിന്യം പൊട്ടി ഈ ആറ്റിലോട്ട് ഇറങ്ങുന്നതും ഇത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതിന് പല ആൾക്കാരും പല ഭാഗത്തും ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ കുളിക്കുന്ന ഈ മാലിന്യത്തിന്റെ വണ്ടയിൽ കൂടെ പോകുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ ശ്രീകാര്യത്തിന്റെ അടുത്ത് ദിവസവും ഇത് ചെന്ന് പറഞ്ഞ് മടുത്താണ്. അങ്ങനെ പറഞ്ഞപ്പം നമ്മളെ ഒരു പുച്ഛമായിട്ടും നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ലെന്നും വരുത്തി തീരുന്നതായിരുന്നു അയാളെ സ്ഥിരം വേല. ഗ്യാസ് കൊണ്ട് ഇതും കൊണ്ട് കൂടെ നടക്കാൻ പറ്റും. ഇവിടെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരെ പറ്റത്തില്ല. അവർക്ക് പൈസ എണ്ണുക, പൈസ മാത്രം മതി എന്നുള്ളത് ഒറ്റ ഇതിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെയാണ് താഴെ കുളിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് കുളിക്കുന്നതും അലക്കുന്നതും കുടിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാം ഈ വെള്ളമാണ്. ഇതിലേക്കാണ് ഈ ടാങ്ക് പൊട്ടുന്നത്. ഞങ്ങൾ പോയി പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ AC അടക്കം ഞങ്ങളെ അപമാനിച്ച് പറഞ്ഞ് അയച്ചിറക്കി. കക്കൂസ് മാലിന്യങ്ങളും വഹിച്ച് ഒഴുകുന്ന കല്ലടയാറിനെ കുളിക്കുന്നതിനും വസ്ത്രമലക്കുന്നതിനും കൃഷി ആവശ്യത്തിനും മറ്റുമായി ആശ്രയിക്കുന്നതും നിരവധി ആളുകളാണ്. ഈ മലിനജലം ഉപയോഗിക്കുന്നതിലൂടെ നിരവധി പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും ദേശത്ത് പടർന്നു പിടിക്കുകയാണ്. വർഷാവർഷം കക്കൂസ് ലേലം ചെയ്യുന്ന വകയിൽ ലക്ഷങ്ങൾ ദേവസ്വം ബോർഡിന് വരുമാനമായി ലഭിക്കാറുണ്ടെങ്കിലും കക്കൂസിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇവർ തയ്യാറാകാറില്ല. സംഭവം അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചത് വാക്കേറ്റത്തിൽ കലാശിച്ചു. ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും സ്ഥാനത്ത് പറയുന്നുണ്ട്. ഓരോ തുടർന്ന് നടന്ന ചർച്ചയിൽ 2 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്ന് ഇദ്ദേഹം സമ്മതിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്.
ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. ചടയമംഗലം മാടന്നട കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം മാടന്നടയിൽ നടന്നു. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. അശരണർക്ക് താങ്ങും തണലും, രോഗികൾക്ക് ആശ്വാസം, നന്മ ചെയ്യാൻ മനസ്സുള്ളവരുടെ ഒത്തുചേരൽ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മാടന്നടയിൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മാടന്നട ജംഗ്ഷനിൽ MLA മുല്ലക്കര രത്നാകരൻ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്, അതൊരു സത്യമാണ്. പക്ഷെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവണം. അതൊരു ജനാധിപത്യ രീതിയാണ്. അതായത് ഒന്ന് സംഭവിക്കുന്നതിന് ഒരുപാട് തരത്തിലുള്ള കാരണങ്ങൾ കാണും. അതിന്റെ രാഷ്ട്രീയ കാരണം കാണും, സാംസ്കാരിക കാരണം കാണും, സാമ്പത്തിക കാരണം കാണും, സാമൂഹ്യ കാരണങ്ങൾ കാണും, മനോഭാവം കാണും. അതിനൊരു ഹ്യൂമൻ സൈക്കോളജി ഉണ്ടായിരിക്കും. ഒരു സോഷ്യൽ ആഡിറ്റ് നടത്തിയാൽ തെളിയുന്ന മറ്റു പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് മനുഷ്യന് ദുഃഖം ഉണ്ടാകുന്നത്. മനുഷ്യന്റെ ഇടയിൽ സ്നേഹം ചോർന്നുള്ള പലതരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. പ്രസിഡന്റ് S. റാഫി അധ്യക്ഷനായി. സെക്രട്ടറി N. സജാദ് സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ നിർധന യുവതിയുടെ വിവാഹവും നടത്തി. 5 പവൻ സ്വർണവും വസ്ത്രങ്ങളും ജീവിതമാർഗമായി ഓട്ടോറിക്ഷയും സംഘടന വിവാഹ സമ്മാനമായി യുവതിക്ക് നൽകി. ഓട്ടോറിക്ഷയുടെ താക്കോൽ ദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം ഹിദുർ മുഹമ്മദ് വീൽചെയർ വിതരണം ചെയ്തു. BJP ദേശീയ നിർവാഹക സമിതി അംഗം ശിവദാസൻ കുടുംബസഹായ വിതരണം നിർവഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം K. അജയൻ പഠനസഹായം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L. രമാഭായി അമ്മ, ചടയമംഗലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞുമോൻ, ചടയമംഗലം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D. സന്തോഷ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. CPI പത്തനാപുരം മണ്ഡലം സമ്മേളനത്തിന് പട്ടാഴിയിൽ തുടക്കം. പൊതുസമ്മേളനം ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭൂതകാലം ത്യാഗങ്ങളുടേതും സഹനത്തിന്റേതുമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് പത്രപരസ്യം നൽകിയതിലെ ക്രമക്കേടുമായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ബന്ധമില്ലെന്ന കൺവീനർ K. ശശിധരൻ തിങ്കളാഴ്ച ചേരുന്ന 3-അംഗ സമിതിയുടെ ആദ്യ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. കഴുതുരുട്ടി മാമ്പഴത്തറ ചാലിയേക്കർ റോഡുകളുടെ നിർമ്മാണം ദ്രുതഗതിയിലാക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നുവെന്ന MP NK പ്രേമചന്ദ്രൻ. കുടിവെള്ളക്ഷാമത്തിനും മൊബൈൽ ടവർ പ്രശ്നത്തിനും പരിഹാരം കാണും. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.